Hi all, welcome to XandY Learning. വർഷം 2012 അമേരിക്കയിലെ മിസോറിയിലുള്ള ബോർഡർ സ്റ്റാർ മോണ്ടിസോറി സ്കൂളിൽ 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അവിടുത്തെ സയൻസ് അധ്യാപകൻ ഒരുപാട് ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡൽ ആറ്റംസ് എന്ത് ചെയ്യാണ് നൽകുകയാണ്. അത് വെച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള കോമ്പൗണ്ടുകളുടെ സ്ട്രക്ചർ നിർമ്മിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഓരോ കുട്ടികളും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ട്രക്ചറുമായിട്ട് അവർ ഉണ്ടാക്കിയ സ്ട്രക്ചറുമായിട്ട് അധ്യാപകന്റെ അടുത്തേക്ക് പോകുന്നു. കൂട്ടത്തിൽ ക്ലാര ലേസൺ എന്ന് പറഞ്ഞിട്ടുള്ള 5ാം ക്ലാസ്സുകാരി കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ആറ്റംസിനെ മാത്രം വെച്ചുണ്ടാക്കിയ ഒരു യുണീക്ക് സ്ട്രക്ചറുമായിട്ട് തൻ്റെ അധ്യാപകനായിട്ടുള്ള കെന്നത്ത് ബോറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ആ സ്ട്രക്ചർ കണ്ട കെന്നത്ത് ബോർ ആദ്യം ഒന്ന് അമ്പരക്കുന്നു. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മോളിക്യൂൾസിനെ കുറിച്ച് അദ്ദേഹം നോക്കിക്കാണുന്നത്. സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി അദ്ദേഹം ആ ഒരു സ്ട്രക്ചർ ഫോട്ടോ എടുക്കുകയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഹംബോൾട്ട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ റോബർട്ട് സോളിന് അദ്ദേഹം സെൽഫോണിൽ അതിൻ്റെ പിക്ചർ സെൻഡ് ചെയ്യുകയും ചെയ്തു. ഇത് കണ്ട ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഫോട്ടോ കണ്ട ഇദ്ദേഹവും അമ്പരക്കുകയാണ്. കാരണം ഇന്നേ വരെ ഇങ്ങനെ ഒരു സ്ട്രക്ചറിനെ കുറിച്ചോ അതിൻ്റെ പേരിനെ കുറിച്ചോ അതിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചോ അദ്ദേഹം പോലും അറിഞ്ഞിട്ടില്ല എന്ന് ചുരുക്കി പറഞ്ഞാൽ 2012 ഒരു 5ാം ക്ലാസ്സുകാരി പുതിയായിട്ട് ഒരു മോളിക്യൂളിനെ ഉണ്ടാക്കിയെടുത്തു എന്ന് വേണം പറയാൻ. ഈ പറഞ്ഞ അദ്ദേഹം അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് അദ്ദേഹം ഒരു കമ്പ്യൂട്ടേഷണൽ അനലിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും എക്സ്പ്ലോസീവ് മുതൽ എനർജി സ്റ്റോറേജ് വരെയുള്ള വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഈ ഒരു കോമ്പൗണ്ട് യൂസ് ചെയ്യാമെന്ന് അദ്ദേഹം കണ്ടെത്തുകയും അതിൻ്റെ പിറകിൽ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്യുകയും ഉണ്ടായി. ആ പേപ്പറിലെ കോ ഓതേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലേറ ലേസൺ ആയിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, 10 വയസ്സ് മാത്രമുള്ള സമയത്ത് ഒരു സയൻസ് പേപ്പറിലെ കോ ഓതറായിട്ട് ഈ പറഞ്ഞ റോബർട്ട് സോളിൻ്റെ കൂടെ ആരും എത്തിയിട്ടുണ്ട്? നമ്മൾ പറഞ്ഞ 5ാം ക്ലാസ്സുകാരിയായിട്ടുള്ള ക്ലാര ലേസണും എത്തിയിട്ടുണ്ട്. എന്താണ് ക്ലാര ലേസൺ കണ്ടുപിടിച്ച ആ പുതിയ കോമ്പൗണ്ട്? ടെട്രാ നൈട്രാ ടോക്സി കാർബൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ട്രക്ചറാണ് ക്ലാര ലേസൺ തൻ്റെ ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡലിലൂടെ കണ്ടുപിടിച്ചത്. ക്ലാരയ്ക്ക് അറിയുന്ന വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കാർബൺ എടുത്തു, അതിന് 4 വാലൻസി, 4 വാലൻസി എന്ന് പറഞ്ഞു. 4 ഡിഫറെൻറ്റ് കാർബണുമായിട്ട് അത് കണക്ട് ചെയ്യിപ്പിച്ചു. 4 കാർബണുമായിട്ട് ഓരോ കാർബണിനും നമുക്കറിയാം 4 തന്നെയാണ് വാലൻസി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കാർബൺ ഇവിടെ വരും, ഒരു ബോണ്ടിങ് ഇവിടെ വരുന്നു, ബാക്കിയുള്ള 3 ബോണ്ടിങ്ങുകൾ 3 ഓക്സിജനുമായിട്ട് കണക്ട് ചെയ്യിക്കുന്നു. ഓക്സിജൻ്റെ വാലൻസി 2 ആണെന്നറിയാം. ആ ഓരോ ഓക്സിജനെയും ഈ പറഞ്ഞ നൈട്രജൻ ആറ്റവുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്നു. നൈട്രജൻ ആറ്റത്തിൻ്റെ വാലൻസി 3 ആണെന്നറിയാം. നമുക്കിവിടെ പിക്ചറിൽ കാണാൻ പറ്റും. ഈ നൈട്രജൻ 3 ഓക്സിജനുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ഈ പറഞ്ഞ സ്ട്രക്ചർ പോലെ തന്നെ മറ്റുള്ള ഈ കാർബൺ, സെൻട്രൽ ആറ്റമായിട്ടുള്ള കാർബൺ, മറ്റുള്ള 3 ബോണ്ടിങ്ങുകളും ഉണ്ടാക്കിയെടുത്ത ഒരു യുണീക്ക് സ്ട്രക്ചറാണ് ഈ പറഞ്ഞ ടെട്രാ നൈട്രാ ടോക്സി കാർബൺ എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. ഇതായിരുന്നു ആക്ച്വലി ക്ലാര ലേസൺ ഉണ്ടാക്കിയെടുത്ത ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡലിലൂടെ ഉണ്ടാക്കിയെടുത്ത പുതിയ ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത്. നോക്കൂ, നമ്മൾ പോലും വിചാരിക്കാത്ത രൂപത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, കെമിസ്ട്രിയിൽ അത്രയും പാഷനേറ്റ് ആയിട്ട് ഈ പറഞ്ഞ ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡൽ പോലെയുള്ള മെത്തേഡുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ അറിഞ്ഞ് അനുഭവിച്ച് പഠിക്കുമ്പോൾ ഒരു പക്ഷേ ലോകത്ത് പുതിയ പല മോളിക്യൂളുകളും എന്ത് ചെയ്യാം, ഉണ്ടായേക്കാം. ഇത്തരത്തിലുള്ള ഒരുപാട് അറിവുകളിലൂടെ വേണം എന്ത് ചെയ്യാൻ, നമ്മൾ എന്ത് ചെയ്യാൻ, പുതിയ ലോകത്തിലെ പുതിയ മോളിക്യൂൾസിനെയും ഉണ്ടാക്കിയെടുക്കാൻ. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ലോകത്ത് ഈ പറഞ്ഞ സ്റ്റെം പോലെയുള്ള പല മെത്തേഡുകളും, ലേണിംഗ് മെത്തേഡുകളും എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. സയൻസ്, ടെക്നോളജി, എൻജിനീയറിംഗ്, മാത്സ് അടക്കമുള്ള ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു മോഡേൺ ലേണിംഗ് ടെക്നോളജിയാണ് സ്റ്റെം എന്ന് പറയുന്നത്. അനുഭവിച്ച് പഠിക്കുമ്പോൾ പുതിയ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കുവാനും അത് കുറച്ചും കൂടി ക്യൂരിയോസിറ്റി ഉണ്ടാക്കുവാനും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ടെക്നിക്സും നമ്മൾ അപ്ലൈ ചെയ്യുവാനും സ്വാഭാവികമായിട്ടും നമ്മളെ ബ്രെയിൻ എന്ത് ചെയ്യും, ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പുതിയ ലേണിംഗ് ടെക്നോളജികളിലൂടെ നമുക്ക് കൂടുതൽ അറിവും ആസ്വാദകരമായിക്കൊണ്ട്
നമ്മുടെ എല്ലാ സ്കില്ലുകളെയും ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് തന്നെ പുതിയ കണ്ടെത്തലുകൾ നടത്താം. അങ്ങനെ ക്ലാര ലേസൺ കണ്ടെത്തിയതുപോലെ പുതിയ കണ്ടെത്തലുകളുമായിട്ട് നിങ്ങളും മുന്നോട്ട് വരിക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്